ശബരിമല ഇരിക്കുന്ന ആ സ്ഥലം പോലും ഇവൻ റിസർവാണ്. കടുവ നല്ല അടിയാണ് അടിക്കുന്നത്. പിന്നെ ഇവൻ ആനകളെയൊക്കെ ഓടിച്ചിട്ട് അടിച്ച് വീഴിക്കാനുള്ള ആരോഗ്യമുണ്ട്. പൂർണ്ണ അടിച്ചാണ് വീഴുന്നത്. കടുവത്തൊക്കെ അതിന് ആ കൃത്യം കടിക്കേണ്ട കഴുത്തിൻ്റെ ആ ഞരമ്പിൽ തന്നെ കടിച്ച് പിടിച്ച് പവർഫുള്ളാണ് കടുവ. കഷ്ടപ്പെടാതെ ഫുഡ് കിട്ടുമെങ്കിൽ ഏത് ജീവിയാണ് അലഞ്ഞു തിലഞ്ഞ് പിടിക്കാൻ പോകുന്നത്? ആ വേലി അങ്ങ് ഇരുമ്പ് വേലി പൊളിച്ചാൽ ഫുഡുണ്ട്, വാഴയുണ്ട്, അല്ലെങ്കിൽ ഉണ്ട്. ആ ഒരു കൺസെപ്റ്റിലേക്ക് എല്ലാ ആനകളും എത്തിയെന്നുള്ളതാണ് പറയും. നമ്മൾ തിയറിയൊക്കെ പറയും. ആ സമയത്ത് ഒന്നും ചിന്തിക്കുക, ഓടുക എന്നാണ്. ഓടിക്കഴിഞ്ഞാൽ ഒറ്റക്കൊക്കെയാണ് ചിലപ്പോൾ കടുവ കഷ്ടകാലത്തിലാണ് അത് ചിലപ്പോൾ പിടിക്കും. നമ്മുടെ കഷ്ടകാലമാണെങ്കിൽ പിടിച്ചിരിക്കും. സാർ, ശബരിമലയിൽ ഈ മകരവിളക്ക് തെളിയുന്നൊരു പ്രദേശം ഫോറസ്റ്റിൻ്റെ അധീനതയിലുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിനകത്ത് ശബരിമലയിൽ നിന്ന് എവിടെയൊക്കെയാണ് ഈ ഫോറസ്റ്റിനെ സ്വാധീനമുള്ള മേഖലകളുള്ളത്? ആ ശബരിമല ഇരിക്കുന്ന ആ സ്ഥലം പോലും ഇവൻ റിസർവാണ്. അത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ പെരിയാർ വെസ്റ്റ് ഡിവിഷൻ്റെ കീഴിലെ പമ്പ റേഞ്ചിൻ്റെ കീഴിലാണ് ശബരിമല ഇരിക്കുന്നത്. ശബരിമലയുടെ ഭാഗം തന്നെയാണ് ഈ നിങ്ങൾ പറഞ്ഞ മകരവിളക്ക് തെളിയുന്ന സ്ഥലവും ശബരിമലയുടെ കീഴിൽ തന്നെയാണ്. അന്ന് ആ ഒരു സീസൺ അത് ആ തെളിയുന്നതിൻ്റെ ഒരു കുറച്ച് ദിവസം മുമ്പേ തന്നെ അങ്ങോട്ടുള്ള എൻട്രി ലിമിറ്റ് ചെയ്യും ഫോറസ്റ്റുകാർ, അല്ലെങ്കിൽ പോലീസ്, ദേവസ്വം ബോർഡ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എൻട്രി ഉണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ജീവനക്കാർക്ക് പോകാം, പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് KSEBക്കാർക്ക് പോകാം. അങ്ങനെ ജീവനക്കാർക്ക് പണ്ട് ഇത് കുറച്ച് ഓപ്പൺ ആയിരുന്നു. ഇടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു പൂജാരി അവിടെ പോയി പൂജ എടുത്ത് അതിൻ്റെ വീഡിയോ എടുത്ത് തമിഴ്നാട്ടിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടായി. അപ്പോൾ അത് അവിടുത്തെ ജീവനക്കാരോ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ജീവനക്കാരെയൊക്കെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് ജീവനക്കാർ ഓൺ ഡ്യൂട്ടി മാത്രമേ ഇവിടുന്നുള്ളൂ. ഞാൻ ആ ഭാഗത്ത് ജോലി ചെയ്തുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. സാർ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, സാമൂഹിക പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഈ ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ധാരാളമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു. വയനാട്ടിലാണെങ്കിൽ കടുവയാണ്, പല പ്രദേശങ്ങളിൽ ആനയാണ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഈ ഒരു കാലത്ത് അത് വർദ്ധിക്കാനുള്ള കാരണം എന്തായിരിക്കും? ശരിക്കും വനംവകുപ്പ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ഒരു വിഷയമാണ്. നമുക്ക് പ്രൊട്ടക്ഷൻ മറ്റു കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുന്നതിനേക്കാൾ നമ്മുടെ മാൻ പവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിനാണ് വിനിയോഗിക്കുന്നത്. ഈ ജീവനക്കാർ രാത്രിയും പകലും കഷ്ടപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10-15 കൊല്ലം മുമ്പ് വരെ ആനകൾ വരാതിരുന്ന സ്ഥലത്ത് പോലും ഇപ്പോൾ ആനകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഏരിയയിലൊക്കെ ഫുഡിൻ്റെ ഈ എൽനിനോ പോലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും നാച്ചുറലി ഉണ്ടായിരുന്ന മുളകൾ, ഈറ്റകളൊക്കെ ഉണങ്ങുകയും അത് ഉണങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ റീജനറേഷൻ വളരെ കുറഞ്ഞു. അപ്പോൾ ഈ ജീവികൾക്ക് നിരന്തരമായിട്ട് ഭക്ഷണം ഇല്ലാതെ വരുന്നൊരു സാഹചര്യം വന്നപ്പോൾ അതുങ്ങൾ കിട്ടുന്നിടത്തേക്ക് പോകുന്നു. പിന്നീട് ഈ അതിർത്തി സ്ഥലങ്ങളിൽ പൈനാപ്പിൾ കൃഷി വ്യാപകമായി. അതായത് കേരളത്തിൻ്റെ വനമേഖലയോട് ചേർന്ന് എസ്പെഷ്യലി അതിരപ്പള്ളി ഭാഗത്തൊക്കെ പ്ലാന്റേഷൻ PCK എന്ന് പറയുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരളക്ക് കൊടുത്ത സ്ഥലങ്ങൾ മുഴുവൻ പൈനാപ്പിളായി. ആ ആനകളുടെ കുറേ കഴിയുമ്പോഴത്തേക്ക് കഷ്ടപ്പെടാതെ ഫുഡ് കിട്ടുമെങ്കിൽ ഏത് ജീവിയാണ് അലഞ്ഞു തിലഞ്ഞ് പിടിക്കാൻ പോകുന്നത്? ഒരു കടുവയ്ക്ക് എന്നും ഇപ്പം ഒരു മാടിനെ കൊണ്ട് വാതിക വെച്ച് കൊടുത്ത് അവനെ പിടിക്കും തിന്നുന്നു. പിന്നീട് അവൻ്റെ ജീനിലും അവൻ്റെ തലമുറയിലും ഒക്കെ കഷ്ടപ്പെട്ട് ഇര തേടുന്ന ഇതങ്ങ് ഇല്ലാതാവും. ഇപ്പോൾ ആനകളുടെ ഒരു ചിന്താഗതി ആ വേലി അങ്ങ് ഇരുമ്പ് വേലി പൊളിച്ചാൽ ഫുഡുണ്ട്, വാഴയുണ്ട്, അല്ലെങ്കിലുണ്ട്. ആ ഒരു കൺസെപ്റ്റിലേക്ക് എല്ലാ ആനകളും എത്തിയെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുള്ളൂ. ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉള്ള ഏരിയയിൽ ജലത്തിൻ്റെ കുറവുണ്ട്. അതിൻ്റെ ഈ ഈറ്റ മുള പോലുള്ള ഇതായിരുന്നു. അതിൻ്റെയൊക്കെ നാമ്പുകളാണ് ഈ ആന തിന്നുന്നത്, പുല്ലുകൾ. ഇതിൻ്റെയൊക്കെ ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. അതിനൊപ്പം ഇതുപോലെ ഫ്രിഞ്ച് ഏരിയയിൽ കൊണ്ടുവന്ന് ഇതുപോലെ പൈനാപ്പിൾ കൃഷി, അത് സർക്കാർ അടിയന്തരമായിട്ട് ആ പോളിസി തന്നെ വേണം. ഇതുപോലെ കൃഷികൾ വനത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് മാറ്റണം. ഇപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് ഇപ്പോൾ എറണാകുളത്തും ആലപ്പുഴയിലും വെക്കുന്ന പോലെയല്ല. വനത്തിൻ്റെ അതിർത്തി മുഴുവൻ ഇപ്പോൾ ഇതാണ്. അവർ ആനകളെ ഉപദ്രവിക്കാനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എർത്തിങ്, അതുപോലെ നേരിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കറണ്ട് കൊടുക്കുന്നു. സോളാർ ഫെൻസിങ്ങൊക്കെ 9 വോൾട്ട് 10 വോൾട്ട് 11 വോൾട്ടാണ്. മറ്റത് അങ്ങനെയല്ല, നേരെ ഇലക്ട്രിക് ലൈനിൽ നിന്ന് കൊടുക്കും. അങ്ങനെ തന്നെ ആനകൾ ഒത്തിരി ചത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം നിർണായകമാണ്. ഇനി വനംവകുപ്പ് കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് ഞങ്ങളൊരു ഓഫീസർ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, വനംവകുപ്പ് നേരിടാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള ഈ ഒരു പ്രശ്നം. ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. വയനാട്ടിൽ കടുവ ഇപ്പോൾ 10 കടുവയോളം നമ്മുടെ കയ്യിൽ കസ്റ്റഡിയിലുണ്ട്. ആകെ 45 കടുവയെങ്ങാനാണ് ഡിക്ലെയർ ചെയ്തത്. ആ എണ്ണങ്ങളിലൊക്കെ ശരിക്കും ഇപ്പോൾ ഒരു കോൺട്രഡിക്ഷനാണ്. നമ്മൾ പിടിക്കുന്നതോറും കടുവയുടെ എണ്ണം കൂടി വരേണ്ട സാഹചര്യം. 10 കടുവ കസ്റ്റഡിയിൽ. കുപ്പാടി എന്ന് പറയുന്നത് ടൈഗർ റെസ്ക്യൂ സെൻറ്റർ പോലൊരു ഇതുണ്ട്. അതിൽ നമ്മൾ ഭക്ഷണം കൊടുത്ത് സൂക്ഷിക്കുക. കാല് മുറിഞ്ഞത് അവിടെ ഈ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇല്ല, പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. അവിടെ നമ്മൾ ഭക്ഷണം കൊടുത്ത് പലയിടത്തായിട്ട് മനുഷ്യനെ ആക്രമിക്കുകയും കന്നുകാലികളെ കാറ്റ് ലിഫ്റ്റൊക്കെ ചെയ്യുന്നതിനെ ഈ സർക്കാരിൻ്റെ ഒരു പോളിസി അപകടം മറ്റ് ജനങ്ങളെ ഉപദ്രവിക്കുന്നതിന് മുമ്പേ തന്നെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ സൂക്ഷിക്കുക. വലിയ കടുവകൾ, അത് ചെറിയ കുട്ടിക്കടുവകൾ തൊട്ട് വലിയ കടുവകൾ വരും. അല്ല, സാധാരണ ഈ കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, ഒന്നെങ്കിൽ അതിൻ്റെ ടെറിട്ടറിയിൽ മറ്റൊരു കടുവ വരുന്നു ആരോഗ്യവാനായ, അല്ലെങ്കിൽ പ്രായാധിക്യം മൂലം വേട്ടയാടാനുള്ള കഴിവ് നഷ്ടപ്പെട്ട കടുവകളാണ് നാട്ടിലേക്ക് വന്ന് കാറ്റിൽസിനെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആരോഗ്യവാന്മാരായ കടുവകൾ എങ്ങനെയാണ് ഈ നാട്ടിലേക്ക് വരുന്നത്? അങ്ങനെ
ഇല്ല, നോർമലി പിടിച്ച കടുവകൾക്കൊക്കെ ടെറിട്ടറി ഫൈറ്റിൽ കടുവകളുടെ എണ്ണം കൂടുക അല്ലെങ്കിൽ മറ്റു സ്ഥലത്തൊരു കടുവ വരുമ്പോൾ ടെറിട്ടറിക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുന്നവൻ അവൻ്റെ ടെറിട്ടറി വിട്ട് കുറച്ച് നാട്ടിലേക്ക് ഇറങ്ങും. പരിക്കേറ്റ് ഈ കോമ്പല്ലോ അല്ലെങ്കിൽ ഈ ഇറച്ചിയൊക്കെ കടിച്ചു മുറിക്കുന്ന ആ പല്ലുകൾക്ക് പരിക്കേക്കുക, പ്രായാധിക്യം മൂലം പല്ല് കൊഴിഞ്ഞു പോവുക, ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഓടി നടന്ന് വേട്ടയാടാൻ പറ്റാതെ വരുമ്പോൾ നോർമലി അവർ അതിർത്തിയിലേക്ക് വരും. 100 കണക്കിന് കന്നുകാലികളെ വിട്ടിട്ടുണ്ട്. അതിനെ പിടിച്ചുകൊണ്ട് പോയി അലഞ്ഞ് കഷ്ടപ്പെട്ട് ഭക്ഷണം തേടി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഭക്ഷണം കിട്ടാനുള്ള മാർഗ്ഗം നോക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ പിടിക്കാറുണ്ട്, കൂട് വെച്ച് പിടിക്കാറുണ്ട്. പിടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പല്ലുകൾക്ക് തകരാറുണ്ടാവും, നഖങ്ങൾ പോയി കാണും, പ്രായാധിക്യം മൂലം എവിടെയെങ്കിലും മുറിവുകൾ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും കെണികളിൽ ചെന്ന് വീണിട്ട് കയ്യോ കാലിനോ ഗുരുതരമായ മുറിവുകളുണ്ടാകും. അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതലും വരുന്നത്. അങ്ങനെ അപകടം സംഭവിച്ചതോ സ്വന്തമായി ഇരതയിടാൻ പറ്റാതോ പ്രായാധിക്യം മൂലം വന്നതോ ടെറിട്ടറി ഫൈറ്റിൽ പരാജയപ്പെട്ടോ കടുവകളാണ് കൂടുതലും വരുന്നത്. പൂർണ്ണ ആരോഗ്യവാനായ ഒരു കടുവയും കാട്ടിൽ തന്നെ അവൻ ആവശ്യത്തിന് ഫുഡ് ഉണ്ടാകും. കടുവയുടെ ഒരു അത് വെച്ച് ഇവൻ ആനകളെയൊക്കെ ഓടിച്ചിട്ട് അടിച്ച് വീഴിക്കാനുള്ള ആരോഗ്യമുണ്ട്. പൂർണ്ണ അടിച്ചാണ് വീഴുന്നത്. കടുവ നല്ല അടിയാണ് അടിക്കുന്നത്. പിന്നെ കാട്ടുപോത്തൊക്കെയാണ് അതിന് ആ കൃത്യം കടിക്കേണ്ട കഴുത്തിൻ്റെ ആ ഞരമ്പിൽ തന്നെ കടിച്ച് പിടിച്ച് പവർഫുള്ളാണ് കടുവ. അതുപോലെ തന്നെ ഈ കടുവയുടെ നേരെ ഒരാൾ വന്നാൽ കടുവ വഴിമാറിപ്പോവും, അല്ലെങ്കിൽ കടുവയുടെ മുന്നിൽ കുനിഞ്ഞിരുന്നാൽ, അതായത് ഈ വയനാട്ടിലൊരു സ്ത്രീ പുല്ലരിയാൻ പോകുമ്പോൾ പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കടുവ പിടിച്ചുകൊണ്ട് പോയൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരു യുവാവിനെയും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കടുവയുടെ നേരെ ചെന്നാൽ കടുവ ആക്രമിക്കാതെ വഴിമാറി പോകുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ വാസ്തവമുണ്ടോ? ഇല്ല, നോർമലി കൂട്ടായിട്ട് പോകുന്ന ആൾക്കാരുടെ നേരെ കടുവ വരാറില്ല. ഈ ഒരാളാണെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് കിട്ടിയ നമ്മൾ പല ഓഫീസർമാരും പറഞ്ഞു ഉള്ളതിൽ നമ്മൾ ഈ ഒരാൾ മുമ്പേ പോകുന്ന അയാളുടെ പുറകെ 2 പേര് 3 പേര് ഇങ്ങനെ പോകുന്ന ഒരു കൂട്ടത്തിന് നേരെ കടുവ തിരിയത്തില്ല. നേരെ തിരിച്ച് കടുവ ഇവിടെ നിൽക്കുന്നു, നമ്മൾ ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിൽ അതിനെ വളയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കടുവ ഹാർട്ട് അറ്റാക്ക് ചെയ്യും. അല്ലാതെ നമ്മൾ ഒരാൾ മുമ്പിൽ 2 ആൾ പുറകിൽ അങ്ങനെ ഒരു പിരമിഡ് ആകൃതിയിൽ പോകുന്ന ഒരു കൂട്ടത്തിന് നേരെ കടുവ വരത്തില്ല. നോർമലി ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കടുവ മാറിപ്പോകും. നമ്മളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് നമുക്കൊരിക്കലും കടുവയെ കാണാൻ കിട്ടാറില്ല. തൊട്ടടുത്ത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഞാൻ ഈ 28 കൊല്ലത്തിലേക്ക് 1-2 പ്രാവശ്യം കടുവയെ കണ്ടിട്ടുള്ളൂ. കാര്യം നമ്മുടെ സാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് കടുവ ആഗ്രഹിക്കുന്നത്. കാര്യം അവൻ്റെ നമ്മളൊരു ഒന്നുമല്ല, ഏറെ ശത്രുവേ അല്ല, നമുക്കാണ് അവനെ ഭയം. പിന്നെ നമ്മൾ ഈ തിയറിയിൽ പറയുന്ന വരുമ്പോൾ നമ്മൾ വലിയ വലിപ്പം കാണിക്കുക, കരടിയുടെയൊക്കെ നേരെ നമ്മൾ എണീറ്റ് നിന്ന് കൈ ഇങ്ങനെ വിരിച്ച് നിൽക്കണം, കടുവയുടെ നേരെ നമ്മൾ കടുവയേക്കാളും വലുത്, ഇതൊന്നും പറയും. നമ്മൾ തിയറിയൊക്കെ പറയും, ആ സമയത്ത് ഒന്നും ചിന്തിക്കുക, ഓടുക എന്നുള്ള. ഓടിക്കഴിഞ്ഞാൽ ഒറ്റക്കൊക്കെയാണ് ചിലപ്പോൾ കടുവ കഷ്ടകാലത്തിലാണ് അത് ചിലപ്പോൾ പിടിക്കും. നമ്മുടെ കഷ്ടകാലമാണെങ്കിൽ പിടിച്ചിരിക്കും. അത് നമ്മുടെ ഈയിടെ ഗവിയിലൊരു പയ്യൻ, അവൻ കാട് കൊണ്ട് ജീവിക്കുന്ന വാച്ചറാണ്. എന്തോ അവൻ കാട്ടിലേക്ക് തനിയെ പോയി, കുറച്ചുള്ളിലേക്ക് പോയിട്ട് അവനെന്തോ ടോയ്ലറ്റിൽ പോയെന്തോ പറമ്പിൽ പോകാൻ പോയതാണ്. സ്റ്റാഫ് ചെല്ലുമ്പോൾ ആ കടുവയുടെ നിന്ന് ചെരുപ്പും ബാഗും മൊബൈലും അവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ ബോഡി പോലും കിട്ടിയില്ല. പിന്നീട് ആ കടുവയുടെ കാഷ്ടത്തിൽ നിന്ന് അവൻ്റെ മുട്ടിലെ എല്ല് വരെ കിട്ടി. കടുവ മരിക്കുക എന്തോ പൂർണ്ണമായിട്ടും ഭക്ഷിച്ചു. ആ കുറച്ച് ഭാഗം മാത്രം ബാക്കി കിട്ടും. അത് സാധാരണ മനുഷ്യഭോജിയല്ല. ഈ കാട്ടിലുള്ളതാണെങ്കിൽ അവന് മാനുകളാവും, ഇഷ്ടംപോലെ ഫുഡുണ്ട്. നമ്മൾ ഈ കടുവ ഇത് ചെയ്യുന്ന ഒരു കാട്ടുപോത്തിനെ അടിച്ച് വീഴ്ച കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇതിനൊരു സെൻസസിൻ്റെയൊക്കെ പോലെ ഭാഗമായിട്ട് ആരാണെന്നറിയാൻ വേണ്ടി നമ്മൾ ക്യാമറ വയ്ക്കും. കൃത്യമായിട്ട് കടുവ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്യാമറയിൽ കടുവ വരുന്നതും കാട്ടുപോത്തിനെ തിന്നുന്ന 3 ദിവസം 4 ദിവസം കൊണ്ടും ഒക്കെ തിന്നുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നന്നായിട്ട് അഴുകി കഴിഞ്ഞ് അവൻ തിന്നും. അങ്ങനെയാണ് ഈ വേട്ടയാടി ഉടനെ തിന്നും. നോർമലി ഒറ്റയടിക്ക് തിന്നത്തില്ല. അപ്പോൾ ആദ്യ ദിവസം തിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെ, അല്ലാതെ അഴുകിയാലേ തിന്നത്തുള്ളൂ അങ്ങനത്തെ ഇതൊന്നും കഴിയില്ല. പച്ചയിറച്ചി നന്നായിട്ട് നല്ല ഇറച്ചിയായാലും കടുവ തിന്നും. കടുവയ്ക്ക് അങ്ങനെ ഇതായിട്ട് കഴിയില്ല. പക്ഷെ പറയുമ്പോൾ ആൾക്കാർ അഴുകി കഴിഞ്ഞേ തിന്നുള്ളൂ. പക്ഷേ ഇവനൊരു 5-6 ദിവസം കൊണ്ട് ഒരു വലിയ കടുവയെ ഒരു ഇതിനെ കടിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം കൊണ്ടേ തിന്നുള്ളൂ. അപ്പോൾ ആ ദിവസം കൊണ്ട് ഇത് അവസാനത്തെ ദിവസമൊക്കെ ആകുമ്പോൾ അഴുകി ഇതൊക്കെ ആയെങ്കിൽ വല്ലാതാവും. എന്നാലും അവൻ തിന്നും. അത് പിന്നെ ഉള്ളത് ഈ പുലികളാണ്. അപ്പോൾ ഇന്നും ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഇടുക്കി ഗ്രാമ്പിയിൽ നിന്ന് കടുവയ്ക്ക് വെച്ച കൂട്ടിലൊരു പുലി കുടുങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്ത. അപ്പോൾ ഇത്തരത്തിൽ പുലികൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം? പുലികളിപ്പോൾ എല്ലാ വനത്തിനോട് ചേർന്നുള്ള എല്ലാ ഭാഗങ്ങളിലും. ഗ്രാമ്പി എന്ന് പറയുന്നത് നമ്മുടെ എരുമേലി റേഞ്ചിൻ്റെ മുറിഞ്ഞോട് സ്റ്റേഷൻ്റെ കീഴിലുള്ള സ്ഥലമാണ് ഗ്രാമ്പി എന്ന് പറയുന്നത്. വള്ളക്കടവിൻ്റെ ബൗണ്ടറിയാണ്. വള്ളക്കടവ് എന്ന് പറഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവ്. അവിടെ പുലി കടുവ എല്ലാം ഉണ്ട്. അതിൽ നിന്ന് ഇതുങ്ങൾ രാത്രിയിലൊക്കെ ആനയൊക്കെ ഈവൻ 30 കിലോമീറ്റേഴ്സ് 40 കിലോമീറ്ററൊക്കെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്യും. പുലികളും കുറച്ച് ദൂരം ഭക്ഷണത്തിനൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് ഇതായിരിക്കും. അവിടെ കടുവാക്കി വെച്ച് പുലിയെ വീണ് രണ്ടും ഉണ്ട്. അതിൻ്റെ ഈ പെരിയാർ ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും ബൗണ്ടറിയാണ് ആ ഭാഗം. അഴുത, പമ്പ, ഗ്രാമ്പി എന്നൊക്കെ പറയുന്നത് 2 ഡിവിഷൻ്റെ ബൗണ്ടറിയാണ്. 2 മേജർ റേഞ്ചുകളാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ നോർമലി വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ വീഴും. കെണിയിൽ ഇവർ വയ്ക്കുന്ന നല്ല പട്ടിയെല്ലാം ആടായിരിക്കും. അപ്പോൾ ആ മൃഗങ്ങൾ നോക്കുമ്പോൾ കംഫർട്ടബിളായിട്ട്. എങ്ങനെയാണ് ഈ കൂട് വയ്ക്കുന്നത് ഈ മൃഗങ്ങളെ പിടിക്കാൻ?
ഈ ഇരുമ്പിൻ്റെ കൂടായിരിക്കും, ഫ്രണ്ടിൽ ലിഫ്റ്റ് ചെയ്തിരിക്കും, കുറേ ഇലയും പുല്ലും ഒക്കെ വെച്ച് ഇത് ഒരു നാച്ചുറലാണെന്നുള്ള സാന്നിധ്യം ഉണ്ടാക്കും. എന്നിട്ട് ആ കടിക്കുന്നത് അവിടെ വന്ന് ആ ജീവിയെ തൊടുവോ ആ ഭാഗത്തേക്ക് ചവിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ നിന്ന് താഴെ വീഴും. ചിലപ്പോൾ ഇതിൻ്റെ വാലൊക്കെ കെണി വീഴാറുണ്ട്, ഈ വാലിനൊക്കെ ചതവൊക്കെ പറ്റാറുണ്ട്. നോർമലി ഇത് മുഴങ്ങ കയറുവാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. പിന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ ആ ജീവിനെ അത് ആക്രമിക്കത്തില്ല, അതും ഭയപ്പെട്ടു പോയില്ലേ. ഈ കഴിഞ്ഞ ദിവസം പിടിച്ചതിന് ആടും അതുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയോ പേടിച്ചിട്ട്. ആടിനെ ജീവനോടെ ഈ കെണിയിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഇരയെ തിന്നില്ല എന്നുള്ളതല്ല, അതും ഭയപ്പെട്ടുമല്ലോ. അതിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാന്ന് പറഞ്ഞാൽ അത് എന്താ സംഭവം നമുക്ക് അവയർനെസ് ഉള്ളതുകൊണ്ട് നമുക്കറിയാം. നമ്മളിപ്പോൾ ജയിലിലാണോ അതാണോ റൂമിലാണോ ഇത് എന്താണ് സംഭവിച്ചതിന് മനസ്സിലാകുന്നില്ല. പിന്നെ അത് തീറ്റയല്ല ആലോചിക്കുന്നത്, പിന്നെ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതാണ്. അതിന് സാധ്യത കുറവാകുമ്പോൾ അവനങ്ങനെ ആവും. പിന്നെ നമ്മളേത് മയക്കുവെടി വെച്ചോ അല്ല ഉൾക്കാട്ടിലോ കൊണ്ട് തുറന്നു വിടും. സാർ ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്ന മൃഗങ്ങളെ ഇപ്പോൾ അവിടെ ഒരു പ്രത്യേക റെസ്ക്യൂ ഹോം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ പിടിക്കുന്ന കടുവകളുടെയും അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെയും ഒക്കെ പരിചരണം? അവിടെ ഡോക്ടറുടെ കീഴിലാണ്, വയനാട് വെറ്റിനറി സർജൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്. അതിന് ഫുഡ് എങ്ങനെ കൊടുക്കണം, അതിൻ്റെ ആരോഗ്യസ്ഥിതി ഓരോ സമയത്തും പരിശോധിക്കുക. അതിന് ചാർജുള്ള റേഞ്ച് ഓഫീസർമാർ, സ്റ്റാഫ് നല്ല ക്ലീനായിട്ടും അതിനെ രാവിലെ ആയിട്ട് നടത്തിക്കാൻ കൊണ്ടുപോകും, കുളിപ്പിക്കും. കുളിക്കാനുള്ള നടത്തിക്കുന്നത് ഓരോന്നിൻ്റെയും എൻട്രൻസ് തുറന്നിരിക്കുന്നത് ഈ ഓപ്പൺ മൈതാനങ്ങളിലേക്കാണ്. ഒരെണ്ണം നടന്ന് കറങ്ങിയൊക്കെ ഒരുമിച്ച് അടുത്തേനെ കയറ്റുക, കൃത്യമായി നന്നായിട്ട് മാനേജ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതിനെ പിന്നെ കാട്ടിൽ തിരിച്ചു വിടത്തില്ല ഒരിക്കലും. ഇതിന് നമുക്ക് പണ്ടൊരു കടുവ ഉണ്ടായിരുന്നു, മംഗള എന്നും പറഞ്ഞ്. നമുക്ക് തേക്കടിയിലൊരു ചെറിയ കടുവാക്കുട്ടിയെ കിട്ടി. അതിൻ്റെ അമ്മ അതിനെ ഉപേക്ഷിച്ചു, കണ്ണിനെന്തോ തിമിരോ എന്തോ ആരോഗ്യ പ്രശ്നം, തള്ള അതിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളതിനെ എടുക്കരുതായിരുന്നു. പക്ഷേ നമ്മളതിനെ എടുത്ത് വളർത്തി. അതിൻ്റെ കണ്ണിന് കാഴ്ചയില്ല, കാഴ്ച കുറവാണ്. പിന്നെ വളർത്തി ഇപ്പോൾ 5-6 വയസ്സായപ്പോൾ എനിക്ക് കുപ്പാടിക്ക് കൊണ്ടുപോയെന്നാണ്. അതിനെ വളർത്തിയെടുക്കുന്നത് ശരിക്കും ആ ഒരു പ്രകൃതി നിയമമാണ്. തള്ള ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ അതിന് അത് വളരാൻ പാടില്ല, അത് മരിച്ചുകൊണ്ടതായിരുന്നു. പക്ഷേ നമുക്ക് ഒരു കടുവയെ നമ്മളൊരു നിധി പോലെ ഏറ്റെടുത്ത് വളർത്തി വലുതാക്കി. ഇപ്പോൾ കുറേ വലുതായിട്ടുണ്ട്. ഇപ്പോൾ അവസാനം എന്താ എനിക്കൊന്ന് മൃഗശാല കൊടുത്തതാണ്, മൃഗശാലയിലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂർ ഒരു അതിനെ വളർത്താൻ ഒരു ജീവനക്കാരനുണ്ടായിരുന്നു, അയാൾക്ക് അതുമായിട്ട് മംഗള ഞാനുള്ള സമയത്തുണ്ടത്, മംഗളയുണ്ട്. സാർ അതുപോലെ തന്നെ ഈ കേരളത്തിലെ പലതരത്തിൽ വനങ്ങളുണ്ട്, നിലമ്പൂരുണ്ട്, വയനാടുണ്ട്, ഇപ്പോൾ ഗവി, ശബരിമല വനങ്ങൾ, അങ്ങനെ ഇതിലേറ്റവും അധികം വന്യമൃഗങ്ങളെ ഉൾക്കൊള്ളുന്നൊരു വനമേഖല ഏതായിരിക്കും? നമുക്ക് ഈ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത് വയനാട്ടിലാണ്. വയനാടിൻ്റെ ഒരു വനമെന്ന് പറഞ്ഞാൽ അടിക്കാടുകൾ കുറവാണ്, വൻമരങ്ങൾ കുറവാണ്. റിസർവ് ഫോറസ്റ്റ്, അത് മുത്തങ്ങ അല്ലെങ്കിൽ തോൽപ്പെട്ടി ആ ഭാഗങ്ങളിൽ ഈ ഒരു കർണാടക തമിഴ്നാടിൻ്റെ ആ രീതിയിലുള്ള വനമായതുകൊണ്ട് മൃഗങ്ങളെ നമുക്ക് എളുപ്പം കാണാൻ പറ്റും. എവിടെ ഉണ്ടെങ്കിലും കാണാൻ വിസിബിലിറ്റി കൂടുതലാണ്. ഇവിടെ ഇങ്ങനെ വന്ന് ഇടുക്കി, തേക്കടി ആ ഭാഗങ്ങളിൽ വിസിബിലിറ്റി കുറവാണ്. നല്ല എവർഗ്രീൻ ഷോല ഫോറസ്റ്റാണ് ഈ തേക്കടിയിലൊക്കെ ഉള്ളത്. നല്ല നല്ല കാടുകളാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല, കാഴ്ച വിഷൻ കുറവായിരിക്കും. അപ്പോൾ കൂടുതലുള്ളത് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. കേരളത്തിൽ നല്ല രീതിയിൽ ഈ മാനേജ്മെൻറ്റ്, വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എല്ലാത്തോടെയും അവാർഡ് നമുക്ക് തേക്കടിക്കും അല്ലെങ്കിൽ പറമ്പിക്കുളത്തിനും ആയിരിക്കും. അപ്പോൾ മൃഗങ്ങൾ എല്ലായിടത്തും ധാരാളമായിട്ടുണ്ട്. അത് നമ്മുടെ ആൾക്കാരുടെ പ്രൊട്ടക്ഷൻ്റെ ഗുണം തന്നെയാണ്. വൻതോതിൽ മൃഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഗവി മേഖല, ഗവി ശരിക്കും പറഞ്ഞാൽ 2 ഡിവിഷൻ്റെ ബൗണ്ടറി ആയിട്ട് വരും. ഗവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് റാന്നി ഡിവിഷൻ്റെ കുറച്ച് ഭാഗമുണ്ട്, പെരിയാർ വെസ്റ്റ് തേക്കടിയുടെയും കുറച്ച് ഭാഗമുണ്ട്. അവിടെ വൈൽഡ് ലൈഫ് നല്ല സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈ നമ്മൾ ടൂറിസ്റ്റുകളെ വിടുന്നത് കൊണ്ട് അതിൻ്റെ എക്കോളജിക്കൽ ഭയങ്കര ഡാമേജാണ് സംഭവിക്കുന്നത്. പോകുന്ന ആൾക്കാർ നല്ലൊരു ശതമാനം പോകുന്നത് മദ്യപിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അതിൻ്റെ ഒരു ആ ഒരു പാരിസ്ഥിതിക ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്നവർ വളരെ കുറവാണ്. വെച്ചാൽ അത്രയ്ക്ക് നല്ല ഡാമുകൾ താല്പര്യമുള്ളവർ പോകുന്നതാണെങ്കിൽ നല്ല രസമാണ്. ഒരു 120 കിലോമീറ്ററോളം വള്ളക്കടവ് വരെ, അതായത് വണ്ടിപ്പെരിയാർ വരെ നമുക്ക് ആങ്ങാമൊഴി തൊട്ട് ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കാട്ടിലൂടെ തന്നെ പോകാം. ഡാമുകൾ കാണാം, പ്രകൃതി സൗന്ദര്യം, ഏകദേശം ഹോംലി ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ടൂറിസ്റ്റ് ആസ്പെക്റ്റ് അതുകൊണ്ട് എണ്ണം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. 30 വണ്ടി മാത്രമേ ഒരു സീസൺ, അതായത് ഹോളിഡേയ്സിൽ വിടത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ 20 വണ്ടി മാത്രം. അത് കൃത്യമായ നിയന്ത്രണം, എല്ലായിടത്തും ചെക്ക് ചെയ്യും ഒക്കെയാണ് പോകുന്നത്. ഇവിടെ നമുക്ക് സൈറ്റിങ് കിട്ടും. സൈറ്റിങ് എലിഫൻസ് മിക്കവാറും ഉണ്ട്. എലിഫൻസ് രാവിലെ പോകണ ആദ്യത്തെ സൈറ്റ് നമ്മുടെ ആനവണ്ടി പോകുന്നുണ്ടല്ലോ, നമ്മുടെ അതിലെ ഒരു ട്രിപ്പുണ്ട്, ഉല്ലാസവണ്ടി, പോയിട്ട് വണ്ടിപ്പെരിയാർ പോയി തിരിച്ചു വരും. ആ വണ്ടിക്കാർ മിക്കവാറും ഒക്കെ മൃഗങ്ങളെ കാണാറുണ്ട്. റെയറായിട്ട് കടുവയെ കിട്ടും, കരടിയുണ്ട്, അവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. അത് വെച്ചാൽ തേക്കടിയുടെ കൂടി ഭാഗമാണത്.